പ്രതികാലി ഈ ഇലക്ഷനോട് ബന്ധപ്പെട്ട് എസ്തേറിൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകൾ പല സ്ഥലങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ആ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ആ പുസ്തകത്തിൽ എന്തെല്ലാം സംഭവിച്ചോ അതെല്ലാം നിർബന്ധമായും ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ സംഭവിച്ചേ മതിയാകുകയുള്ളൂ. എന്നാലും ഇന്ന് രാത്രി പറയാതിരിക്കാൻ തരവില്ല. അഹശ്വരേഷിൻ്റെ പേര് കൊണ്ട് ആ പുസ്തകം ആരംഭിക്കുന്നതെങ്കിലും മൊർദെഖായിയുടെ കാര്യം പറഞ്ഞ പുസ്തകം അവസാനിക്കുന്നത്. ആരംഭം അവൻ്റെ കയ്യിലാണെങ്കിലും അവസാനം നമ്മുടെ കയ്യിലാണ്. ഒന്നുകൂടെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ആരംഭം അവൻ്റെ കയ്യിലാണെങ്കിലും അവസാനം സഭയുടെ കയ്യിലാണ്. ആരംഭം അഹശ്വരേഷിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ടാണെങ്കിലും സമാപിക്കുന്നതൊരു പ്രാർത്ഥനാ മനുഷ്യൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ എസ്തേറിൻ്റെ പുസ്തകം നമ്മൾ ആത്മാവിലൊന്ന് ധ്യാനിച്ചു വന്നാൽ അവിടുത്തെ പ്രശ്നം അഹശ്വരേഷല്ല. അവിടുത്തെ പ്രശ്നം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഒരു മനുഷ്യൻ്റെ പേരവിടെ വായിക്കുന്നുണ്ട്. ആ പേര് ഹാമാൻ എന്നുള്ള പദമാണ്. നിങ്ങൾ എസ്തേറിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഉന്നത പദവി കിട്ടി അഹശ്വരേഷ് രാജാവ് സ്ഥാനക്കയറ്റം കൊടുത്തൊരു മനുഷ്യനെക്കുറിച്ച് 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു. അനന്തരം അഹശ്വരേഷ് രാജാവ് ആഗാഗ്യനായ ഹമ്മദാദയുടെ മകൻ ഹാമാന് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ തിരുവെടുത്ത് വായിക്കുന്നത്. അവിടെ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കാമെങ്കിൽ ആ പുസ്തകത്തിൻ്റെ മുഴുവൻ കുഴപ്പക്കാരൻ അഹശ്വരേഷ് അല്ല, ഹാമാനാണ്. പ്രൈസ് ദ ലോർഡ്. മുഴുവൻ പ്രശ്നക്കാരൻ അഹശ്വരേഷ് അല്ല, പിന്നെ ആരാണ്? ഹാമാനാണ്. ഇതുപോലെ ഇന്ത്യ മഹാരാജ്യത്ത് മറഞ്ഞു കിടക്കുന്നൊരു ഹാമാനുണ്ട്. ഈ ഫാസ്റ്റിങ്ങിൽ അവൻ വെളിപ്പെട്ട് വന്നിരിക്കും. പ്രൈസ് ദ ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വിശേഷണ പദം നിങ്ങൾ ശ്രദ്ധിക്കാമോ? 3-ാം അധ്യായം 1-ാം വാക്യം. ഇതൊരു പ്രവചനാത്മകമായ ഒരു സഭയാകയാലും പ്രവചനാത്മകമായ ഒരു സെഷനാകയാലും ഞാൻ ഗിഫ്റ്റ് ഓഫ് പ്രോഫസിയെക്കുറിച്ചാണ്, പ്രവചന വരത്തെക്കുറിച്ചാണ് ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് തന്നെ ഒരു പ്രവചനാത്മകമായ ദൂത് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഹാമാന് കൊടുത്തിരിക്കുന്നൊരു വിശേഷണ പദം ആഗാഗ്യനായ ഹമ്മദാദയുടെ മകൻ ഹാമാൻ എന്ന. ആഗാഗ്യൻ എന്നുള്ള പദം നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ണിലുടക്കാതെ പോകുന്നൊരു പദമാണത്. ഹാമാനെക്കുറിച്ച് അധികം വായിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. പക്ഷേ വായിച്ചു വരുമ്പോൾ അവിടെ ആഗാഗ്യൻ എന്നൊരു പദം നിങ്ങൾക്ക് കാണാൻ കഴിയും. ആഗാഗ് ആരാണ് എന്നുള്ളത് 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ആഗാഗിനെക്കുറിച്ച് പറയുന്നൊരു പ്രത്യേകതയുണ്ട്. 1 ശമൂവേൽ 15-ാമത്തെ അധ്യായം വായിച്ചു വരുമ്പോൾ 8-ാമത്തെ വാക്യത്തിൽ അമാല്യക്യരുടെ രാജാവായ ആഗാഗ് എന്നൊരു പദപ്രയോഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. ശ്രദ്ധിക്കുക. 1 ശമൂവേൽ ചാപ്റ്റർ 15 വേഴ്സ് 8, അമാല്യക്യരുടെ രാജാവായ ആഗാഗ്. നിങ്ങൾ ആ പദം ശ്രദ്ധിക്കുക. എസ്തേറിൻ്റെ പുസ്തകത്തിൽ അങ്ങനെ നമ്മൾ വായിക്കുന്നില്ല. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ആഗാഗ്യനായ ഹാമാൻ എന്നാണ് വായിക്കുന്നത്. എന്നാൽ ആഗാഗ് ആരാണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ഒറ്റ ഉത്തരം അവൻ അമാല്യക്യരുടെ രാജാവാണ്. എങ്കിൽ ഹാമാൻ അമാല്യക്യനാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ത്യയിലും ഇതുപോലെ മറഞ്ഞു കിടക്കുന്നൊരു ആഗാഗുണ്ട്. ഇന്ത്യയിൽ ഇതുപോലെ മറഞ്ഞു കിടക്കുന്നൊരു ഹാമാനുണ്ട്. ഈ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ഉപവാസവും പ്രാർത്ഥനയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഹാമാൻ ചലിക്കത്തില്ല. കാര്യം, ശമൂവേൽ എന്ന് പറയുന്നൊരു പ്രോഫറ്റ് ഉള്ളിടത്തോളം കാലം അമാല്യക്കിന് ചലിക്കാൻ ഒക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് തന്നെ ഒരു പ്രവചനാത്മകമായ രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് മോസസിൻ്റെ നേതൃത്വത്തിൽ യാത്ര ചെയ്ത് വരുമ്പോൾ റഫീദീമിൽ വെച്ച് അമാല്യക്യർ വന്ന് ആക്രമിച്ചത് ദൈവവചനത്തിൽ വായിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ ആക്രമിക്കുന്ന സമയം മോസസ് ഒരു കൊച്ചു കുന്നിൻ്റെ മുകളിൽ കയറി നിന്ന് തൻ്റെ ഇരുകരങ്ങളും ഉയർത്തി നിൽക്കും. കരമുയർത്തി നിൽക്കുമ്പോൾ അമാല്യക്ക് പരാജയപ്പെടും, ഇസ്രായേൽ ജയിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ജോഷുവ യുദ്ധത്തിൽ മുമ്പിൽ നിന്നുകൊണ്ട് പട നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ പരാജയപ്പെട്ടു വരുന്നത് കണ്ടു. പെട്ടെന്ന് ജോഷുവ നോക്കിയപ്പോൾ
മോസസിൻ്റെ കൈ ഇങ്ങനെ താഴ്ന്നു വരികയാ. ജോഷുവ പരാജയപ്പെടുമ്പോഴേ ഓർത്തോണം, മോസസിൻ്റെ കൈ താഴ്ന്നു വരികയാ. കുറച്ച് കഴിഞ്ഞപ്പോൾ മോസസിൻ്റെ കൈ ഉയർന്നു വരുന്നു. കാര്യം താൻ തന്നെ ഉയർത്തുകയല്ല, അപ്പുറയും ഇപ്പുറയും രണ്ടുപേർ ഇരുന്നു കൊണ്ട് കൈ ഉയർത്തിപ്പിടിക്കുകയാ. ആമേൻ. അഹരോനും ഹൂരും രണ്ടുപേര് ഒന്നിച്ച് കൈ ഉയർത്തിപ്പിടിക്കുമ്പം ജോഷുവ വെട്ടി വെട്ടി കയറുകയാണ്. ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങളൊന്ന് നോക്കിക്കേ. ഇന്ന് ഈ 21 ദിവസത്തെ പ്രാർത്ഥനയിൽ 19 ദിവസമായി കൈ ഉയർന്നിരിക്കുകയാണ്. എന്നോട് ചേർന്ന കരം ഉയർത്താൻ പറ്റുന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തിപ്പിടിക്കാമോ? ഒന്ന് കരം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? അധികം നേരം കൈ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയത്തില്ല. കാര്യം കൈ താന്നു പോകും. പക്ഷേ കൈക്ക് ഭാരം വരുന്നത് വരെയെങ്കിലും ഉയർത്താൻ കരുത്തുള്ള മോസസുമാർ ഈ തലമുറയിൽ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കൈ ഒത്തിരി കണ്ണുനീര് തുടച്ചതായിരിക്കാം, ഈ കൈ ഒത്തിരി ഭാരം ചുമന്നതായിരിക്കാം, ഈ കൈ ഒത്തിരി അധ്വാനിച്ചതായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഉയർന്നിരിക്കുന്ന ഈ കയ്യിൽ യുദ്ധതന്ത്രമുള്ള കൈയാണിത്. യുദ്ധതന്ത്രമുള്ള ഒരു പ്രൊഫറ്റിക് കരമായി ഇന്ന് രാത്രി ഇവിടെ ഉയർന്നിരിക്കുന്നത്. നിന്റെ കൈ ഉയർത്തുമ്പോൾ നിന്റെ തലയ്ക്ക് മുകളിലല്ല ഇന്ന് രാത്രി കൈ ഉയർന്നിരിക്കുന്നത്, ഇന്ത്യക്ക് മുകളിൽ ഇന്ന് രാത്രി കൈ ഉയർന്നിരിക്കുന്നു എന്ന് ആത്മാവിൽ തിരിച്ചറിവുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി ഒരു സ്തോത്രം ദൈവത്തിന് ഇന്ന് രാത്രി പറഞ്ഞ് പിശാചേ കാണുക, ഇവിടെ 100 കണക്കിന് മോസസുമാരുടെ കര ഉയർന്നിരിക്കുകയാ. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ്റെ കര ഉയർത്തിപ്പിടിക്കാൻ രണ്ടുപേരും ഇടവും വലവും കൊച്ചു കുന്നിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് കൈ ഉയർത്തി പിടിച്ചുവെങ്കിൽ, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനെ കാൽവറിയുടെ ഗിരിമുകളിലേക്ക് നിങ്ങൾ നോക്കാമെങ്കിൽ കുറേ നേരമായി കൈ വിരിച്ചുകൊണ്ട് ഒരുവൻ കിടപ്പുണ്ട്. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ്റെ ഇടവും വലവും 2 പേർ ഉള്ളതുപോലെ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ്റെ ഇടവും വലവും 2 പേർ ഉണ്ട്. അവർ കൈതാങ്ങിയല്ല നിൽക്കുന്നേ, അവർ കൂടി അവനെ പരിഹസിക്കുകയാ. മണിക്കൂറുകൾ കൈവിരിച്ചവന് വേണ്ടി 1 മിനിറ്റെങ്കിലും കൈ ഉയർത്താൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പറ്റാതെ പോകരുത്. ഇന്ന് രാത്രി കാൽവറിയുടെ മേട്ടിൻപുറത്ത് നിനക്ക് വേണ്ടി കൈ വിരിച്ചവന് വേണ്ടി നിന്റെ കൈ ഒന്ന് ഉയർന്നു വരുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാ കൈ ഉയർത്താൻ പറ്റുന്നത്? ഇവിടെ ഇന്ന് രാത്രി ഉയർന്നു വരുന്ന ആഭിചാരത്തിന് മുകളിൽ, ഉയർന്നു വരുന്ന മന്ത്രവാദത്തിന് മുകളിൽ, ഉയർന്നു വരുന്ന സാമാന്യ ശക്തിയുടെ മുകളിൽ കൈ ഉയർത്തിപ്പിടിച്ചൊന്ന് അന്യഭാഷ പറയാൻ അധികാരമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആ കൈ ഉയർത്തിപ്പിടിച്ച് അന്യഭാഷകളിൽ ദൈവത്തിന് സ്തോത്രം വരാ. ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. റഹിമ ധഖനിയ റമൽത റഠാനി ലമഹോസിയൻതാനി. വേണം വേണം വേണം. ഇതിൻ്റെ അകത്തുനിന്നൊരു പ്രോഫറ്റ് എഴുന്നേൽക്കണം, ഒരു ശമൂവേൽ എഴുന്നേൽക്കണം. ഒരു ശമൂവേൽ എഴുന്നേൽക്കാതെ, ഇതിൻ്റെ അകത്തൊരു ശമൂവേൽ എഴുന്നേൽക്കാതെ ആഗാഗിനെ തൊടാൻ ഒക്കത്തില്ല. പ്രവാചകൻ എഴുന്നേൽക്കാതെ ആഗാഗിനെ തൊടാൻ ഒക്കത്തില്ല. പ്രാർത്ഥിക്കുന്നൊരു പ്രോഫറ്റ് എഴുന്നേൽക്കണം, പ്രാർത്ഥിക്കുന്നൊരു പ്രവാചകി എഴുന്നേൽക്കണം. പ്രാർത്ഥിക്കുന്ന പ്രവചനാത്മകമായ തലത്തിൽ നിന്നുകൊണ്ട് ഹാമാനെ മറച്ചു വെച്ചിരിക്കുന്ന അമാലേക്ക് പവറിനെ കണ്ടുപിടിക്കാൻ അതോറിറ്റിയുള്ള ചിലതിനെ ഇന്ന് രാത്രി എൻ്റെ ദൈവം അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കണം. അതിൽ ഒരു വ്യക്തി ഞാനാണെന്ന് ഉറപ്പുള്ളവർ ചേർന്ന് കരമടിച്ചെന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയാ. കൈയടിക്കാൻ മറന്നു പോകണ്ട, മടിക്കണ്ട. ആ 2 കൈയും ചേർത്തടിച്ച് അല്പസമയ സഹോദരി നിന്റെ മേലൊരു പ്രവചനാത്മകമായ തലം വെളിപ്പെടുന്നുണ്ട്. ഒരു പ്രൊഫറ്റിക് റിലമുണ്ട് സഹോദര, നിന്റെ മേലൊരു പ്രൊഫറ്റിക് റിലമുണ്ട്. മടിച്ചു നിൽക്കരുത്, മറന്നു പോകരുത്. നിന്നെ പ്രൊഫസി ഏൽപ്പിച്ചത് ഹാമാനെ കണ്ടുപിടിക്കാനാ. ഒരു ദൂത് പറഞ്ഞു പോയിട്ട് നീ ഒരു പ്രവാചകനാന്ന് അറിയിക്കാനല്ല ദൈവം നിന്നെ അഭിഷേകം ചെയ്ത്. നിന്നെ ദൈവം പ്രവാചകനായി അഭിഷേകം ചെയ്തെങ്കിൽ ഹാമാൻ എവിടെയാന്ന് കണ്ടുപിടിക്കണം, അമാലേക്കൻ എവിടെയാന്ന് കണ്ടുപിടിക്കണം, ഇന്ത്യയുടെ ഹാമാൻ എവിടെയാ ഇരിക്കുന്നതെന്ന് ആത്മാവിൽ കണ്ടെടുത്തിട്ട് ദൂത് തൊടുത്തു വിടുക.
राश करा चास्ता बा ढाल करा बिला चना तरा बला का तरा ला बाबरा बाम्बरा बाबला हास्ता राचा लाचा लाजा धबला धबला निगबदा निगबदा जनगशी रंथलय ममशी अंथाली राधनाशी हे नला बखासी. യെസ് ലോർഡ്. നിങ്ങൾ 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം വായിക്കുമ്പോൾ 15:32 ഒന്ന് തുറക്കാമോ? 1 Samuel chapter 15 verse 32 and 33 പ്ലീസ്. അനന്തരം ശമൂവേൽ ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. ആഗാഗ് സന്തോഷഭാവത്തോടെ അവന്റെ അടുക്കൽ വന്നു. അടുത്തത് മരണഭീതി നീങ്ങിപ്പോയി എന്ന് ആഗാഗ് പറഞ്ഞു. അടുത്ത വാക്യം, നിന്റെ വാൾ സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കിയതുപോലെ. ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. അമാലേക്കിനോട് ആഗാഗിനോട് ശമൂവേൽ എന്ന പ്രോഫറ്റ് പറയുക, നിന്റെ വാള് സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കിയതുപോലെ നിന്റെ അമ്മയും. നിങ്ങൾ ശ്രദ്ധിക്കാമോ? അമാലേക്കിൻ്റെ പവർ അടുത്ത ജനറേഷനെ കൊന്നു മുടിക്കണം. ഇന്ത്യയിൽ നടക്കുന്ന പെർസിക്യൂഷനിലും ഇതര രാജ്യങ്ങളിൽ നടക്കുന്ന പെർസിക്യൂഷൻ്റെ ലക്ഷ്യം അടുത്ത ജനറേഷൻ ഉയർന്നു വരരുത്, കൊന്നു കളയണം. നെക്സ്റ്റ് ജനറേഷനെ ഇല്ലാതെയാക്കാനുള്ള പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് അമാലേക്യൻ. അമാലേക്യനാണ് ഹാമാൻ. അതുകൊണ്ടാണ് അവൻ പദ്ധതിയിട്ടത് ആദാർ മാസം 12-ാം മാസം 13-ാം തീയതി ജനത്തെ മുഴുവൻ കൊന്നൊടുക്കണം. തിരിച്ചറിയുക, ആ സെയിം അമാലേക്യനാണ് ഇന്ത്യയെ തൊട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രാർത്ഥനയുടെ 19-ാം ദിവസം രാത്രി ഇവിടെ നിന്നൊരു വാൾ ഉയർന്നു പൊങ്ങാൻ പോകുകയാ. യെസ്, ആത്മമണ്ഡലത്തിലെ യുദ്ധം ജയിക്കുമെന്ന് എത്ര ദൈവദാസന്മാർ ദൈവമക്കൾ ഇന്ന് രാത്രി ഉറപ്പിക്കും. ഇതൊരു പ്രവചനാത്മകമായ മീറ്റിംഗ് ആകയാൽ ഈ ദൂത് പ്രവചനാത്മകമായ രീതിയിൽ തന്നെ ഞാൻ എടുത്ത് ആത്മാവിൽ അമാലേക്കിന്റെ പവറിനെ ക്യാൻസൽ ചെയ്യാൻ സഭ ഒരുമിച്ച് ഇവിടെ നിന്ന് ഈ വചനം അയക്കുകയാ. ശമൂവേല് ആഗാഗിനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കൊല്ലുന്ന സമയം 15-ാം അധ്യായം 33-ാം വാക്യം, അവൻ യഹോവയുടെ സന്നിധിയിൽ ഗിൽഗാലിൽ വെച്ച് ആഗാഗിനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കളയുമ്പോൾ പ്രോഫറ്റ് ശമൂവേൽ, പ്രവാചകനായ ശമൂവേൽ പ്രവചിച്ചോണ്ടാ പറയുന്നത്, നിന്റെ വാള് സ്ത്രീകൾക്ക് മക്കളെ ഇല്ലാതെയാക്കി. ഇന്ന് രാത്രി ഏതെങ്കിലും ജനറേഷന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ അവരോട് പറയണം, അവരോട് പറയുകയാ, അമാലേക്കിന്റെ പവറിനെ ഒന്ന് ക്യാൻസൽ ചെയ്താൽ മതി, നിന്റെ തലമുറ വിടുവിക്കപ്പെടും. അമാലേക്കിന്റെ പവറിനെ ഒന്ന് ക്യാൻസൽ ചെയ്യാമെങ്കിൽ നിന്റെ ജനറേഷൻ വിടുവിക്കപ്പെടും. എന്നോട് ചേർന്ന് ഒരു നിമിഷം ആ കൈയൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സകല ദൈവമക്കളും ഇന്ത്യയിൽ ഉയർന്നു വരുന്ന ഹാമാന്റെ അധികാരം, ആഗാഗിന്റെ അധികാരം, അമാലേക്കിന്റെ അധികാരം ഞങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ, എല്ലാവരും ആ പദം ചേർന്ന് പറ, യേശുവിന്റെ നാമത്തിൽ. പോരാ, സഭ മുഴുവൻ ശബ്ദമുയർത്തിയാൽ യേശുവിന്റെ നാമത്തിൽ. ഒന്നുകൂടെ ശബ്ദമുയർത്തി പറ, യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെട്ടുവാൻ വാളിരിക്കുന്ന പോലെ ആത്മാവിൽ നിങ്ങളുടെ കരം ബലപ്പെട്ട് കഴിഞ്ഞ് പറ, യേശുവിന്റെ നാമത്തിൽ. സഭ ചേർന്ന് പറ, യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ നിങ്ങൾ യുദ്ധക്കളത്തിലെ ബാറ്റിൽ ഫീൽഡിലെ പറ, യേശുവിന്റെ നാമത്തിൽ. ഒന്നുകൂടെ പറ, യേശുവിന്റെ നാമത്തിൽ. ഛത്തീസ്ഗഡിലേക്ക് പവർ ഒന്ന് ചെല്ലട്ടെ, മധ്യപ്രദേശിലേക്ക് പവർ ഒന്ന് വെളിപ്പെടട്ടെ. ചേർന്ന് പറ, യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ നിങ്ങളും കൂടി പടക്കളത്തിൽ നിന്നുകൊണ്ട് പട നയിക്കുകയാ. വായി തുറന്ന് പറ, യേശുവിന്റെ നാമത്തിൽ. ഇവിടെയാണ് ഇരിക്കുന്നത് ഓർത്ത് നിങ്ങൾ സേഫ് സോണിലാണെന്ന് ഓർത്ത് നിങ്ങൾ രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. എന്റെയും നിങ്ങളുടെയും സമശിഷ്ടങ്ങൾ ഉത്തരേന്ത്യയിൽ കിടന്ന് തകർച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയല്ലേ ഞാൻ ശബ്ദം ഉയർത്തണ്ട്. ഇന്ന് രാത്രി ഞാൻ വാ തുറന്ന് ഡിക്ലെയർ ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ.
ആത്മാവിൽ ഒന്ന് മൂവ് ചെയ്ത്, സ്പിരിറ്റിൽ ഒന്ന് മൂവ് ചെയ്ത്. ചില ശാമുവേലുമാർ സ്പിരിറ്റിൽ മൂവ് ചെയ്യുക, കണ്ടുപിടിക്കാൻ, സ്കാൻ ചെയ്യാൻ, ഒന്ന് സെൻസ് ചെയ്ത് ആ സ്പിരിറ്റിനെ ഒന്ന് സെൻസ് ചെയ്ത്. റൺഠാലി ബഹചസ്ക പ്രക്ലൈ ടൈസസ് ബിഖാനി റേ ലബാ ഷഹേലബാ റേ ധകാലിയ ബകാശി റംധാലിയ മസ്കൽ ഖത്രാബി അംബ്ര ഗൽബ റഹാസിയാര. പൈശാചിക തന്ത്രങ്ങൾ ഇല്ലാതെയാകട്ടെ, പിശാചിന്റെ ഇംഗിതങ്ങൾ ചിതറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ത്യയിൽ ദൈവരാജ്യം ഇറങ്ങി വരട്ടെ. ഇന്ത്യയുടെ ഉണർവ് ഞങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുകയാ. ഇന്ന് രാത്രി ഒരു പ്രവചനാത്മകമായ തലം ഇവിടെ തുറക്കട്ടെ. സകല അമാലേക്കിന്റെ പവറുകളെയും ഇന്ന് രാത്രി ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ദൈവമക്കൾക്ക് ആ വചനം ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? ആഗാഗിനായ ഹാമാൻ തലപൊക്കാതെ വണ്ണം ദൈവസഭ തല ഉയർത്തുന്ന രാത്രിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞ ദൈവത്തിന്. അതുകൊണ്ട് യോവേൽ പ്രവാചകൻ പ്രവചിച്ചത് തിരുവെഴുത്തിൽ നിങ്ങൾ നേരത്തെ പരസ്യമായി വായിച്ചു കേട്ടപ്പോൾ അതിനുശേഷം വരുന്നത്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അപ്പോൾ അവസാന കാലത്തെ ഉണർവിനോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്ന ദൂതാണ്, അന്ത്യകാലത്ത് ആത്മപകർച്ച ഉണ്ടാകുമ്പോൾ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഇത് തന്നെ മാളികമുറിയിൽ, അന്ത്യകാലത്തിൻ്റെ ആരംഭ മുഖവരയിൽ മാളികമുറിയിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ അപ്പോസ്തലനാകുന്ന വിശുദ്ധ പത്രോസ്ലീഹ എഴുന്നേറ്റ് നിന്ന് ദൈവസഭയുടെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം പ്രസംഗിക്കുമ്പോൾ താൻ പറയുന്നുണ്ട്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. കമോൺ, ചേർന്ന് പറ, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഒന്നുകൂടെ പറ, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഒരു പ്രാവശ്യം കൂടെ പറ, പുത്രന്മാരും. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് വായി തുറന്ന് ഡിക്ലെയർ ചെയ്ത്, എൻ്റെ പുത്രന്മാരും എൻ്റെ പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ സഭയിലെ മക്കൾക്ക് വേണ്ടി ഡിക്ലെയർ ചെയ്യും, എൻ്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. വാ തുറന്ന് പറ, നിങ്ങളുടെ ശബ്ദം കേൾക്കട്ടെ. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഒന്നുകൂടെ പറയുക, പുത്രന്മാരും പുത്രിമാരും. ഒരു പ്രൊഫറ്റിക് റിലത്തിലേക്ക് സഭയെ കർത്താവ് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുക. കമോൺ, ചേർന്ന് പറ, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഒന്നുകൂടെ പറ, പുത്രന്മാരും പുത്രിമാരും. ശബ്ദമുയർത്തി പറ, പ്രവചിക്കും. ആരൊക്കെ പറയുന്നോ അവരുടെ ജനറേഷനിലേക്ക് ഒരു പ്രൊഫറ്റിക് റില മൂവ് ചെയ്യാൻ പോകുക. കമോൺ, ഒന്നുകൂടെ പറ, എൻ്റെ പുത്രന്മാരും എൻ്റെ പുത്രിമാരും പ്രവചിക്കും. വാ തുറന്ന് പറ, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. കമോൺ കമോൺ, വൺ മോർ ടൈം. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യേശുവിൻ്റെ നാമത്തിൽ അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന ഉണർവ് ഒരു പ്രൊഫറ്റിക് ഉണർവാണ്, പ്രവചനാത്മകമായ റിവൈവൽ. ഇത് യോവേൽ പ്രവചിച്ചതാ. അതുകൊണ്ട് പ്രവചന ശുശ്രൂഷ ഇതിൻ്റെ അകത്ത് എഴുന്നേക്കാൻ പോകുകയാ. പ്രവചിക്കുന്ന അഭിഷിക്തന്മാർ, പ്രവചിക്കുന്ന കർത്തൃദാസിമാർ IPC പ്രയർ സെന്ററിന്റെ അകത്തുനിന്ന് ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെങ്കിൽ ആ വചനം എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇന്ന് രാവിലെ കൊണ്ടുപോകുകയാ. എൻ്റെ തലമുറ പ്രവചനത്തിന്റെ നാവായി മാറട്ടെ. എൻ്റെ തലമുറ പ്രവചനത്തിന്റെ ആത്മാവുള്ളവരായി മാറട്ടെ. കമാൻ, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. Yes, Master. Rock light eyes as Bikania. Yes, lai bakar ya masais.
1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ 9 വരങ്ങളെ പരാമർശിക്കുകയാണ്. അതാ കഴിഞ്ഞ പകൽ നമ്മൾ തുടങ്ങി വെച്ചത്. 1 കൊരിന്ത്യർ 12, 8, 9, 10 വാക്യങ്ങളിൽ അതിൽ വോക്കൽ ഗിഫ്റ്റ്, ആശയവിനിമയത്തിൻ്റെ വരത്തിലുള്ളതാ അന്യഭാഷയുടെ വ്യാഖ്യാനവും പിന്നെ പ്രവചനവരവും. ഇന്ന് രാത്രി ഞാൻ ആ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി, പ്രവചന വരത്തെക്കുറിച്ചാണ് അല്പസമയം നിങ്ങളുടെ നടുവിൽ സംസാരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് നിയോഗം തന്നത്. തിരിച്ചറിയുക, എവിടെ ക്ലിയറായി ദൈവശബ്ദം അറിയിക്കുന്ന പ്രോഫറ്റ്സ് എഴുന്നേക്കുമോ അവിടെ പിശാചിൻ്റെ രഹസ്യങ്ങൾ പരസ്യമാകും. ഒന്നുകൂടെ ഞാൻ പറയുന്നു, വ്യക്തമായി പ്രവചന ശബ്ദം അറിയിക്കുന്ന ദൈവമക്കൾ എവിടെ എഴുന്നേക്കുമോ അവിടെ പിശാചിൻ്റെ രഹസ്യങ്ങൾ പരസ്യമാകും. ഇന്ത്യയിൽ പിശാചിൻ്റെ രഹസ്യം പരസ്യമാകാൻ പോകുകയാ. കാര്യം ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ഇന്ത്യയിൽ ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യൻ പാർലമെന്റിൽ അഭിഷിക്തന്മാർ പ്രാർത്ഥിക്കുന്ന ഒരു കാലം വരുമെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിച്ചാൽ വിശ്വസിക്കുന്നവർ, പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളവർ എന്നോട് ചേർന്നൊരു ആമേൻ പറയാമോ? എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ ആത്മാവിൽ ജനിപ്പിച്ചു വെച്ചിരിക്കുന്നത് തന്നെ പ്രവചനാത്മകമാകുന്ന ഒരു റിലത്തിലാണ്. ആദാമിനെ കർത്താവ് മണ്ണുകൊണ്ട് നിർമ്മിച്ചതിന് ശേഷം അവന് ഗാഠനിദ്ര വരുത്തി. അവൻ്റെ വാരിയല്ലിൽ ഒന്നെടുത്ത്, അതുപോലും ആദാം അറിഞ്ഞിട്ടില്ല, ഒരു ഡീപ്പ് സ്ലീപ്പ് അവന് വരുത്തി. അവൻ്റെ വാരിയല്ലിൽ ഒന്നെടുത്ത് ഹവ്വായ്ക്ക് രൂപാന്തരം കൊടുത്ത് ഒന്നും അറിയാത്ത ആദാമിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോൾ, ആരാണ് ആദാമേ ഇത് എന്ന് ചോദിച്ചപ്പോൾ തന്നെ ആദാം പറഞ്ഞു, ഇത് എൻ്റെയാ, ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി. കാര്യം എങ്ങനെ അവൻ അറിഞ്ഞു? ഡീപ്പ് സ്ലീപ്പ് വരുത്തിയിട്ടാണ് എടുത്തത്, ഗാഠനിദ്ര വരുത്തിയിട്ട്. എന്താ അവൻ പറയാൻ കാര്യം? ഒരു പ്രവചനാത്മകമായ ജനനമാണ് അവൻ്റെ ജനനം. സഹോദര സഹോദരി, നിന്നെ ജനിപ്പിച്ചത് തന്നെ ഒരു പ്രൊഫറ്റിക് റിലത്തിലാണ് നിന്നെ ജനിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി തിരിച്ചറിയുക, ആ തലത്തിൽ നിന്ന് താഴെ പോകാതെ ആ തലം ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിവോടുകൂടെ ജീവിക്കാൻ കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് അടുത്ത ആത്മമണ്ഡലത്തിലേക്ക് സഭ കടക്കുവാനിടയായിത്തീരും. പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുന്ന സമയം രാത്രി സ്വപ്നത്തിൽ അല്ലെങ്കിൽ രാത്രി ദർശനത്തിൽ കർത്താവ് നമ്മോട് സംസാരിക്കാറ് പതിവാണ്. ചിലരോട് സ്വപ്നത്തിൽ കൂടി വളരെ വ്യക്തമായി ദൈവം സംസാരിക്കാറുണ്ട്. ആമേൻ. അത് വളരെ കൃത്യമാണ്, വ്യക്തമാണ്, സ്പഷ്ടമാണ്. ആ സ്വപ്നത്തിൻ്റെ അകത്ത് ഒരുപക്ഷെ സ്റ്റാർട്ടിങ് സ്വപ്നമാണെങ്കിലും അതിൻ്റെ കണ്ടിന്യൂവേഷൻ ദർശനമായി മാറിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16:9 ത്രോവാസിൽ പൗലൂസ് കിടന്നുറങ്ങുമ്പോൾ രാത്രിയിൽ ഒരു ദർശനം കണ്ടെന്ന ദൈവവചനം. എന്ന് വെച്ചാൽ പല സ്വപ്നങ്ങളും ഇൻട്രൊഡക്ഷൻ സ്വപ്നമാണെങ്കിലും അതിൻ്റെ കണ്ടിന്യൂവേഷൻ വരുമ്പോൾ മിക്കവാറും അത് ദർശനങ്ങളാകാറുണ്ട്. ആ കാഴ്ചയിൽ തന്നെ മാസിഡോണിയ എന്ന് പറയുന്ന ഒരു സ്ഥലം തുറന്നതാണ് സ്വപ്നത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രവാചകൻ, ഒരു പ്രവചനാത്മകമായ റിലത്തിലുള്ളവൻ കിടന്നുറങ്ങിയാൽ കിട്ടുന്ന സ്വപ്നമാകട്ടെ, കിട്ടുന്ന ദർശനമാകട്ടെ, അടുത്ത രാജ്യം തുറക്കുന്ന ദർശനമാണത്. എന്ന് വെച്ചാൽ യൂറോപ്പ് തുറക്കപ്പെടുന്ന സ്വപ്നമാണ്, ദർശനമാണ്. ത്രോവാസിൽ വെച്ച് പോളിന് കർത്താവ് കൊടുത്തത്. ഒന്നുകൂടെ പറയുന്നു, ഒരു ഭൂഖണ്ഡം, അതുവരെ ടർക്കിയിൽ വേല ചെയ്ത് ഓടി നടന്ന പോളിന് യൂറോപ്പിന്റെ വാതായനങ്ങൾ തുറന്നു വരുന്നത് ഒരൊറ്റ ദർശനത്തിൽ കൂടിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ, പ്രവചനാത്മകമാകുന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്ന നിന്റെ സ്വപ്നം വെറുതെയല്ല. ഒരൊറ്റ സ്വപ്നം മതി ഒറ്റ രാജ്യം തുറന്നു വരാൻ. സ്തോത്രം. ഞാൻ പരിശുദ്ധാത്മാവെന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിഷേകത്താൽ നിറച്ച സമയം, പ്രവചനവരത്താൽ കർത്താവ് നിറച്ചു. ആ സമയങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് കാഴ്ചയുടെ തലങ്ങളിൽ കൂടി നടത്താറുണ്ട്. ഇന്ന് രാത്രിയും ഞാൻ ഓപ്പൺ ചെയ്യുന്നത് പലരുടെയും കാഴ്ചയുടെ തലങ്ങൾ ഇന്ന് കർത്താവ് തുറക്കാൻ പോകുകയാണ്. കാരണം കണ്ടുകൊണ്ട് പ്രവചിക്കാൻ കഴിയും. ആരെങ്കിലും പ്രവാചക ശുശ്രൂഷയിൽ കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ കയറിപ്പോകാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ രാത്രിയാണിത്. ഇന്ന് രാത്രി ആത്മാവ് ജലത്തിനെ പൊക്കിയെടുക്കും. ചേർന്ന് പറയൂ ആമേൻ. അസാധാരണമായ രീതിയിൽ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് കാഴ്ചയുടെ തലങ്ങൾ തുറക്കാറുണ്ട്. ഞാൻ ഒത്തിരി എക്സ്പീരിയൻസസ് എനിക്ക് ആ നിലയിൽ പറയാനുണ്ട്. ഒറ്റ കാര്യം മാത്രം നിങ്ങളോട് പറയാം. ഒരു രാത്രി കർത്താവ് എന്നെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണിച്ചു. ആ കാഴ്ച ഇങ്ങനെയാണ്. ഒരു പഴയ വീട്, ആ വീടിൻ്റെ ഫ്രണ്ടിലെ ഡോറ് 2 പാളിയ, ഒന്ന് ഇടത്തേക്കും ഒന്ന് വലത്തേക്കും ഇങ്ങനെ തുറക്കത്തക്കവണ്ണം, മേലിൽ നിന്നൊരു ഓടാമ്പൽ, താഴെ നിന്നൊരു ഓടാമ്പൽ. ആ ഡോർ ഇങ്ങനെ തുറക്കുന്നു. ഒരു പ്രായമുള്ള പിതാവ് ഇറങ്ങി വരുന്നു, സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഒരു
അലർച്ച കേൾക്കാം. നോക്കുമ്പോൾ ഒരു തൂണിൽ കാല് ചങ്ങലയിൽ കെട്ടിയിട്ട ഒരു ഭ്രാന്തൻ, കാഴ്ചയിൽ 28 വയസ്സ് പ്രായം തോന്നിക്കും. അദ്ദേഹം അലറി വിളിക്കുകയാണ്. ഞാൻ നേരെ അകത്തേക്ക് കടന്നു ചെല്ലുന്നു. നേരെ നടന്ന് ഞാൻ ചെല്ലുന്നത് കിച്ചൺ ഡോറിലേക്കാണ്. കാഴ്ചയാട്ടോ, ഫ്രണ്ട് ഡോർ പോലെ തന്നെ കിച്ചൺ ഡോറും കാണായി വന്നു. ഞാനത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. കുറേ സസ്യങ്ങൾ, വൃക്ഷങ്ങൾ ഇവിടെ നിൽക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് പിശാചിൻ്റെ ഒരു ഇരിപ്പിടം കാണായി വന്നു. ആരോ എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, അവൻ ഭ്രാന്തനായത് ഇതിൻ്റെ ഇടയിൽ വെച്ച് ഭയപ്പെട്ടിട്ട് അവൻ ഭ്രാന്തനായി. ഇത്രയുമാണ് പരിശുദ്ധാത്മാവ് രാത്രി എന്നെ കാണിക്കുന്നത്. ഞാൻ ഈ കാഴ്ച കണ്ട കാഴ്ചയിൽ വ്യക്തമാണ്, ആ വീട് വ്യക്തമാണ്, സ്ഥലം വ്യക്തമാണ്, വ്യക്തി വ്യക്തമാണ്, മുഖം വ്യക്തമാണ്, തൻ്റെ പിതാവ് വ്യക്തമാണ്, താൻ ഭ്രാന്തനാണെന്നുള്ളത് വ്യക്തമാണ്. ഇതെല്ലാം സ്വപ്നത്തിൽ വ്യക്തമാണ്. വ്യക്തതയുള്ളതാ കർത്താവ് കാണിക്കുന്നത്. കാണിച്ചു നിന്നെ കൺഫ്യൂസ്ഡ് ആക്കുന്നവനല്ല കർത്താവ്. പരിശുദ്ധാത്മാവ് കൺഫ്യൂസ്ഡ് ആക്കുന്നവനല്ല, പരിശുദ്ധാത്മാവ് കൺഫർമേഷൻ തരുന്നവനാ. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? പരിശുദ്ധാത്മാവ് നിന്നെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ആത്മാവല്ല. ഹോളി സ്പിരിറ്റ് നിനക്ക് കൺഫർമേഷൻ തരുന്ന ആത്മാവാ. പരിശുദ്ധാത്മാവ് കൺഫ്യൂസ്ഡ് ആക്കും. ആരെയാണെന്നറിയാമോ? നീ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. കാര്യം അവൻ അറിയാത്ത ഭാഷയാ നിന്റെ നാവിൽ കൂടി പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹേമേ, ഞാൻ ഈ സ്വപ്നം, ഈ ദർശനത്തിന് വേണ്ടി 21 നാൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കാര്യം വ്യക്തമാണ്, ഒരു ഭ്രാന്തൻ്റെ വിടുതൽ നടക്കാൻ സമയമായിട്ടുണ്ട്. പക്ഷേ ഇതാരാണ്, ഏതാണ്, എവിടെയാണ് ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. വീട് വ്യക്തമാ, ആള് വ്യക്തമാ, പിതാവ് വ്യക്തമാ, മകൻ വ്യക്തമാ, ബന്ധനം വന്നത് എവിടെയാണെന്ന് വ്യക്തമാ. ഇതെല്ലാം വ്യക്തമാണ്. വ്യക്തമായ വിഷൻ കർത്താവ് കാണിച്ചു. 21 നാള് ഈ കാഴ്ചയും പേറിക്കൊണ്ടിങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുന്ന നാൾ ഞാൻ 22-ാം ദിവസം എനിക്കൊരു കോള് കോഴഞ്ചേരിയിൽ നിന്ന് വന്നു. ഒരു കർത്തൃദാസൻ എന്നെ വിളിക്കുക, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കാൻ വരുമോ? ഞാൻ പറഞ്ഞു ഞാൻ വരാം. അദ്ദേഹവുമായിട്ട് കുറച്ച് നാളത്തെ സ്നേഹബന്ധം എനിക്കുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറ് പതിവാണ്. അതുകൊണ്ട് തന്നെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ചെല്ലാം. ഞാൻ എൻ്റെ ബൈക്ക് ഓടിച്ച് നേരെ ആ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ ഞാൻ ആ ദൈവദാസനോട് പറഞ്ഞു, വാ നമുക്ക് പ്രാർത്ഥിക്കാം. ഉടനെ അദ്ദേഹം പറഞ്ഞു, നോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, മറ്റൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ പാസ്റ്ററിനെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ ദാസൻ എൻ്റെ സ്നേഹിതനാണ്, കർത്തൃദാസൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാതെയാ വന്നത്. അപ്പം അതുകൊണ്ട് വേറൊരു വീട്ടിലേക്ക് പോകാനാണെങ്കിൽ നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. ഹല്ലേലൂയ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന കുറച്ച് അധികം നേരം നീണ്ടുപോയി. പ്രാർത്ഥനയിൽ ഞാൻ എന്ത് 21 ദിവസം മുമ്പ് കണ്ടോ ആ കാഴ്ച പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ തുടങ്ങി. പഴയ ഒരു വീട് വ്യക്തമായി കാണുകയാ പ്രാർത്ഥനയിൽ. ഞാൻ അതിൻ്റെ ഫ്രണ്ട് ഡോർ, അതിൻ്റെ കിച്ചൺ ഡോറ്, അതിൽ ഭ്രാന്തനായ ഒരു മനുഷ്യൻ കെട്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ പ്രാർത്ഥന നിർത്തിയിട്ട് പറഞ്ഞു, ദൈവദാസനെ, ആ വീട് ഒരു ഭ്രാന്തൻ്റെ വീടാണ്, ഒരു പഴയ വീടാണ്, തൻ്റെ പിതാവ് അവിടെയുണ്ട്, ആ ഭ്രാന്തനെ കെട്ടിയിട്ടിരിക്കുകയാണല്ലേ എന്ന് ഞാൻ ചോദിച്ചുടനെ അദ്ദേഹത്തിൻ്റെ ആൻസർ, ഓ പാസ്റ്റർ നേരത്തെ അവിടെ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നല്ലേ. ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ടില്ല, പക്ഷേ എൻ്റെ ആത്മാവ് പോയിട്ടുണ്ട്. എൻ്റെ സ്പിരിറ്റ് മൂവ് ചെയ്തൊരു വീടാണ്. ഞാൻ ഉണ്ടായ സംഭവം അങ്ങോട്ട് പറഞ്ഞുടനെ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ആ ദൈവദാസൻ്റെ ആവേശം ഒന്ന് കാണേണ്ടതായിരുന്നു. തൻ്റെ അംബാസഡർ കാറിലേക്ക് താൻ ഓടിക്കേറി, എന്നിട്ട് പറഞ്ഞു, ഓടിവാ പെട്ടെന്ന് പോകാം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ അടയാളങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ ആ മനുഷ്യൻ്റെ അകത്തെ ആവേശം. ഒരു മനുഷ്യൻ വിടിവിക്കപ്പെടാൻ വേണ്ടി ആത്മഭാരമുള്ളൊരു വ്യക്തിയുടെ അകം തിളയ്ക്കുകയാണ്. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊള്ളണം, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദനും മറ്റൊരു സ്ഥാനത്തു നിന്ന് രക്ഷയും ഉദ്ധാരണവും ഉണ്ടാകും. നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള കാലത്തിലേക്കായിട്ടാണല്ലോ ഞാൻ നിന്നെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. വാഹനം ഓടിച്ച് ചെന്നു, ആ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. അദ്ദേഹം തല ഇങ്ങനെ പുറത്തോട്ടിട്ട് നോക്കിയിട്ട് അപ്പോൾ തന്നെ പറയുക, അതെ പാസ്റ്ററെ, 2 പാളിയാ ഡോർ. ഇറങ്ങിയിട്ടില്ല. സന്തോഷമായി ചാടി അകത്ത് കയറി മുട്ടി ഡോറ് തുറന്ന് പിതാവ്. ആ മനുഷ്യൻ ഓടുക എങ്ങോട്ടാണെന്നറിയോ? കിച്ചൺ ഡോറ് നോക്കാൻ. എന്തൊരു മനുഷ്യനാണ്! ആവേശം കൊണ്ട് തുള്ളിച്ചാടുന്നൊരു മനുഷ്യൻ. പുള്ളി പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയും, ഈ വീട് തന്നെ പാസ്റ്റർ. ഞാൻ പറഞ്ഞു, ഒച്ച കേൾക്കുമ്പം തിരിച്ചറിയരുതോ ഇയാൾ തന്നെയാണെന്ന്.
28 വയസ്സ് പ്രായമുള്ള ഒരു യൗവനക്കാരനെ കാല് തൊടലിൽ കെട്ടിയിട്ട് അലമുറയിട്ട് കരയുന്നൊരു പിതാവ്. ഞാൻ പറഞ്ഞു, അപ്പച്ച യേശു തൊടാൻ പോവാ, അവൻ്റെ കാലിലെ ചങ്ങല അഴിക്കാൻ പറഞ്ഞു. ഞാൻ യേശുവിൻ്റെ നാമം മഹത്വത്തിന് വേണ്ടി പറയാം. അപ്പച്ചൻ എന്നോട് പറഞ്ഞു, വേണ്ട പാസ്റ്ററെ, കെട്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി, അവൻ വയലൻ്റ് ആണ്. ഞാൻ പറഞ്ഞു, അപ്പച്ച ഞാനാ പറയുന്നത്, കാര്യം എനിക്ക് ഉറപ്പ് വന്നത് കാഴ്ച ക്ലിയർ ആയതുകൊണ്ടാണ്. നിന്റെ കാഴ്ച ക്ലിയർ ആണെങ്കിൽ സ്റ്റെപ്പ് പവർ ആയിരിക്കും. ക്ലിയറായ ചില കാഴ്ചയുടെ തലങ്ങൾ ഇന്ന് രാത്രി ദൈവം തുറക്കാൻ പോകുകയാ. കാഴ്ചയുടെ തലം തുറന്നവരാ നിങ്ങൾ. ഇന്ന് രാത്രി കർത്താവ് പറയുക, ആരാ നിന്റെ കണ്ണിനെ ചെതുമ്പൽ കൊണ്ട് അടച്ചത്? ഇന്ന് രാത്രി തട്ടി തെറിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ, അപ്പച്ച മകൻ്റെ കാലിലെ ആ കെട്ടം കഴിക്കുക, ചങ്ങലയും കഴിക്കും. നിങ്ങൾക്കറിയുമോ, അഴിച്ചങ്ങോട്ട് കഴിഞ്ഞുടനെ ഇവൻ കൈകൂപ്പി നിൽക്കുക. അതുവരെ വയലൻ്റ് ആയവൻ സൈലൻ്റായി. ഞാൻ ഇവൻ്റെ കൈ കയറി പിടിച്ച് എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, നീ വാ, ആ കിച്ചൺ ഡോറിൻ്റെ അടുക്ക വരെ എൻ്റെ അടുക്കിലേക്ക്. ഇവൻ എൻ്റെ കൂടെ വന്നിട്ട് ഞാൻ പറഞ്ഞു, പുറത്തോട്ടിറങ്ങ്, അവിടെ കുറച്ച് സസ്യങ്ങളും വൃക്ഷങ്ങളും നിൽപ്പുണ്ട്. ഞാൻ ദർശനത്തിൽ കണ്ടത് ഉറപ്പാ, അപ്പുറയുള്ളതൊരു പിശാചിൻ്റെ ഇരിപ്പിടവാ. അവിടെ വെച്ച് ഭയപ്പെട്ട് ഇവൻ ഭ്രാന്തനായതാ. ഭയം, ഭീതി, ഇതൊക്കെ പിശാചിൻ്റെ ഏജൻസിയാണ്. ഞാൻ പറഞ്ഞു, മോനെ നീ അങ്ങോട്ട് വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഇവൻ ഇളകാൻ തുടങ്ങി. നോ എന്ന് പറഞ്ഞ് ഇവൻ ഭയമാണെന്ന് എന്ന് പറഞ്ഞ് ഇളകാൻ തുടങ്ങി. വിതിൻ സെക്കൻഡ് ഇവൻ്റെ മേലുള്ള ദുരാത്മാവ് ഇളകിയപ്പോൾ ഞാൻ ഇവൻ്റെ ദുരാത്മാവിനെ ശാസിച്ചു. അപ്പോൾ തന്നെ യേശു അവനെ തൊട്ടു. അവൻ്റെ വിടുതൽ അസാധാരണമായിരുന്നു. എങ്ങനെ അവൻ വിടുവിക്കപ്പെട്ട്? ഒരു രാത്രിയിലെ സ്വപ്നം, ഒരു രാത്രിയിലെ ദർശനം, ഒരു ഭ്രാന്തന്റെ ചങ്ങല പൊട്ടിച്ചെങ്കിൽ ഇന്ന് രാത്രി പ്രയർ സെന്ററിനോട് ദൈവമാവ് പറയുന്നു, കാഴ്ചയുടെ തലമുള്ളവർ എഴുന്നേൽക്കണം, കാഴ്ചയുടെ തലമുള്ളവർ അടങ്ങിയിരിക്കരുത്. പ്രസംഗിച്ച് നീട്ടിക്കൊണ്ട് പോകരുത്. കാഴ്ചയുടെ തലമുള്ള ഒരാൾ തുറന്നു വന്ന ഇന്ന് രാത്രി ദൈവാത്മാവിന് ചെയ്യാനുള്ളത് പരിശുദ്ധാത്മാവ് ചെയ്തിരിക്കും. അവൻ ദൈവ പൈതലായി മാറി. ചില വർഷം കഴിഞ്ഞപ്പോൾ ഇതേ ദൈവദാസ്, പുള്ളി വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്, ലീവ് എടുത്ത് നാട്ടിൽ വന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് വരണം, അവനെ ഒന്ന് പോയി കാണണം. അങ്ങനെ ഞങ്ങൾ അവനെ കാണാൻ ചെന്നപ്പോൾ, കർത്താവേ സ്തോത്രം, അവൻ്റെ വിവാഹവും കഴിഞ്ഞ് ആ വീട് സ്വസ്ഥമായിരിക്കുന്നത് കാണാനുള്ള ഭാഗ്യം കർത്താവ് തന്നെ. സഹോദര സഹോദരി, ഒരു സ്വപ്നമാ ദൈവം കാണിക്കുന്നതെങ്കിൽ അല്പത്തിൽ വിശ്വസ്തനെ അവൻ അധികത്തിൽ. കമോൺ ഒരു പ്രവചന ശുശ്രൂഷ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഹോളി സ്പിരിറ്റ് പറയുക, സ്വപ്നത്തിൽ നീ വിശ്വസ്തനായിരുന്നാൽ നിന്നെ ദർശന മണ്ഡലങ്ങളിലേക്ക് ദൈവാത്മാവ് കൊണ്ടുപോകും. കമോൺ, പ്രാപിച്ച ദൈവമക്കളായി ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുന്നത് തുരാ ലഗമനഗടക ഷഹീബ പ്രഗതല ഹദിനിക ബഹാദർ ഗമനിക ബബക്ഷി പ്രദാസ്തി മഹൽഖന സമസ്ത രക്ഷനി റേല ബഖാല ഗബഹ. പലരെയും ദൈവം നടത്തിയത് അങ്ങനെയാ. പക്ഷെ എവിടെയോ വെച്ച് ആ തലത്തിൽ നിന്ന് നീ താഴെ ഇറങ്ങി ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളോ ഫാമിലിയിലെ യുദ്ധങ്ങളോ നിന്റെ ആത്മീക ജീവിതത്തെ തകിടം മറിച്ചെങ്കിൽ 19-ാം ദിവസം രാത്രി നിന്നെ ഒന്നുകൂടെ തൊട്ടിട്ട് എൻ്റെ കർത്താവിന് പണ്ടത്തെക്കാളും അധികമായി കാഴ്ചയുടെ തലം തുറന്നു തരാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആലോചന പറയുമ്പോ ഇടം വലം നോക്കാതെ ഇന്ന് രാത്രി ദൈവത്തോട് പറ, എന്നെ തൊടാതെ പോകരുത്. ഇനി ഈ ചെതുമ്പലം വെച്ചോണ്ട് എത്ര നാൾ ജീവിക്കുക? ഇന്ന് രാത്രി ഈ ചെതുമ്പൽ ഞാൻ കുടഞ്ഞു കളയുകയാ. Yes.
ചില വീടുകൾ നീ സ്വപ്നത്തിൽ കണ്ടതാ, ചില വ്യക്തികളെ സ്വപ്നത്തിൽ കണ്ടതാ, ചില ദേശങ്ങൾ നീ സ്വപ്നത്തിൽ കണ്ടതാ. നീ അങ്ങനെ മൂവ് ചെയ്ത് പോയവനാ, യാത്ര ചെയ്തു പോയവനാ. നീ സ്വപ്നം കണ്ടുപോയി ചില വീട്ടിൽ പ്രാർത്ഥിച്ചവനാ, ദർശനം കണ്ടുപോയി ചില വ്യക്തികളുടെ ഡെലിവറൻസ് എടുത്ത ഒരാളാ. ഇന്ന് രാത്രി കർത്താവ് നിനക്ക് ഉറപ്പിച്ചു തരികയാ. ഒന്നുകൂടെ നീ പ്രാർത്ഥിക്കാമോ? കുറച്ചു നേരം കൂടി സ്പെൻഡ് ചെയ്യാമോ ദൈവ പ്രസൻസിൽ? അടുത്ത തലത്തിലേക്ക് ദൈവാത്മാവ് നിന്നെ എത്തിക്കാൻ പോകുകയാ. Holy Spirit of God. വിശുദ്ധ തിരുവെഴുത്തിൽ വായിക്കുന്നു, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകണം. അവിടെ ചെല്ലുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണും. അത് കാണണമെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലണം. എനിക്ക് അവിടെ ചെല്ലണ്ട, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ കാണുന്നു. ഒന്നുകൂടെ പറയുന്നു, ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കാണണമെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലണം. എനിക്കത് കാണണമെങ്കിൽ എനിക്കവിടെ പോകണ്ട, ഞാൻ ഇവിടെ നിന്നാൽ എനിക്കത് കാണാം. എല്ലാവരും കരം ഉയർത്തി പറ, ഞാൻ കാണുന്നു. നോ, ശബ്ദം ഉയർത്തി പറ, ഞാൻ കാണുന്നു. ഇത്രയും പേർ പറഞ്ഞാൽ ഇത്രയും വോയിസ് അല്ല, ശബ്ദം ഉയർത്തി പറ. കാഴ്ചയുടെ മണ്ഡലം തുറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറ. ഒരു പ്രൊഫറ്റിക് റിലത്തിൽ മൂവ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയുക. പ്രവചനാത്മകമാകുന്ന ഒരു മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയുക. എല്ലാവരും ശബ്ദം ഉയർത്തി പറ, ഞാൻ കാണുന്നു. നിങ്ങളതിനെ അഴിക്കണം. നിങ്ങളതിനെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ വരും. ഞാൻ കാണുന്നു. കമാൺ, ഞാൻ കാണുന്നു. വൺ മോർ ടൈം, ഞാൻ കാണുന്നു. ഞാൻ കാണുന്നു. വിശ്വാസത്തോടെ പറയാമോ, ഞാൻ കാണുന്നു. പലതും കണ്ട് വേദനിച്ച ഒരാളല്ലേ നിങ്ങൾ? നിന്റെ ആത്മാവിൻ്റെ കണ്ണിന്ന് രാത്രി ഓപ്പണാകാൻ പോകയാ. വിദൂരങ്ങളിലുള്ളത് ആത്മാവിൽ കാണുവാൻ കാഴ്ചയുടെ തലം തുറന്നു തന്ന് മിനിസ്ട്രിയിൽ, നിന്റെ സ്പിരിച്വൽ ലൈഫിൽ, ക്രിസ്ത്യൻ ലൈഫിൽ വേറൊരു തലത്തിലേക്ക് നിന്നെ എത്തിക്കേണ്ടതിനായി കാണാൻ പോകയാ. നീ കാണാൻ പോകയാ. എന്തിനാ ഇതിനെ അഴിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാണുക, എനിക്ക് ആവശ്യമുണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതി. അപ്പം തന്നെ പറയും കൊണ്ടുപോക്കാം. ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ കാണുന്നേ. പറ, ഞാൻ കാണുന്നു. എത്ര പേർക്ക് കാണാൻ ആഗ്രഹം? ഈ 2 പേര് പോകുമ്പോൾ എന്തോ പറഞ്ഞുകൊണ്ടായിരിക്കാം പോകുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ഒരു കാര്യേ, കഴുതേനെ അഴിക്കാനും നമ്മൾ എന്നിട്ട് പറയുക ഞാൻ കാണുന്നു എന്നും പറഞ്ഞുകൊണ്ട് പിറുപിറുത്തോണ്ടല്ല ഇവർ പോകുന്നത്. പിന്നെ നമ്മുടെ നാഥൻ പറഞ്ഞാൽ പറഞ്ഞതാ. മത്സ്യത്തിൻ്റെ ആഴങ്ങളിൽ ഊളിയിട്ട്, കടലിൻ്റെ ആഴങ്ങളിൽ ഊളിയിട്ട് നീങ്ങിയ മത്സ്യത്തിൻ്റെ വായിലെ ചതുർദ്രഹ്മ പണം അങ്ങ് ദൂരെ കണ്ടിട്ട് ചൂണ്ടയിട്ടോളം പറഞ്ഞവനാണവൻ. അവനങ്ങ് ദൂരെ വെച്ച് അത് കണ്ടെങ്കിൽ ഇതും കറക്റ്റാണ്. കാഴ്ചയുള്ളവരോട് കൂടെ നടക്കും, നീയും കാഴ്ച പ്രാപിക്കും. അവരഴിച്ചുകൊണ്ട് വന്നു. ഇതുപോലെ തന്നെ പെസഹ ഒരുക്കുന്ന സമയത്ത് എവിടെ പെസഹ ഒരുക്കണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളിപ്പോ നടന്ന് ചെല്ല്, ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടൊരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും, ഞാൻ കാണുന്നു. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ കാണണമെങ്കിൽ നടന്നവൻ്റെ അടുക്കൽ എത്തണം. ഇത് സുവിശേഷമാണ്. ഇത് സുവിശേഷത്തിൽ നിങ്ങൾ ചെന്നാൽ കാണും. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി വരുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി വന്നാൽ മാളികമുറി വഴിയാണ് നിങ്ങൾ പോകുന്നത്. മാളികമുറിയിൽ വെളിപ്പെടുന്ന ആത്മപകർച്ച കണ്ടാൽ ചെന്നിട്ട് കാണണ്ട, ഇരിക്കുന്നിടത്തിരുന്നോണ്ട് അനന്യാസിനെ കാണാൻ കഴിയും, ഇരിക്കുന്നിടത്തിരുന്നോണ്ട് സഫീറയെ കാണാൻ കഴിയും. കമാൺ, യെസ്. യേശുവിൻ്റെ നാമത്തിൽ മാളികമുറി കയറി ഇറങ്ങിയവരോട് ഞാൻ പറയുന്നു, ഇനിയെങ്കിലും കാഴ്ചയുടെ തലം തുറക്കണം.
ലാഖ്ര ബംബ്ര ബസ്കൽ ഖത്ര ബിഖാസി ലാത്ര ബംബ്ര ബഹൽക നഗാസ്കൽ ഖത്ര യമഷി അൻതാലി റോഹാസ് ലമഷാഹിബ റംധാലി അമഖാലി ബഹറ ഷഹൽകന. ഇന്ന് രാത്രി ഒരു പകർച്ച ഇവിടെ നടക്കും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പകർച്ചയിൽ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞു, പൗലോസ് പറഞ്ഞു, എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം നീ ജ്വലിപ്പിക്കണം. കാര്യം പകർച്ചയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ചിലർ ജ്വലിപ്പിക്കാൻ പോകുകയാ. ഒരിക്കൽ മോസസ് കർത്താവിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. ഈ 40 ദിവസം കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇറങ്ങി വന്നിട്ട് മോസസ് കർത്താവിനോട് പറയുന്നത്, എനിക്കൊന്ന് കാണണം. 40 ദിവസം സാന്നിധ്യം അനുഭവിച്ച് ഇറങ്ങി ചെന്നിട്ട് പിന്നെയും വേണമെന്ന് പറയുന്ന ഒരു അഹങ്കാരമല്ലേ? 40 ഡേയ്സ് താൻ അനുഭവിച്ചതാ, 40 ദിവസം അനുഭവിച്ചതാ, 40 ദിവസം. അന്ന് കണ്ടതുകൊണ്ട് ആവശ്യപ്പെടുന്ന ഒന്നുകൂടെ കാണണമെന്ന്. കണ്ടില്ലായിരുന്നെങ്കിൽ പ്രോബ്ലം ഇല്ല, ഞാൻ കണ്ടുപോയത് കൊണ്ട് എനിക്കിനിയും കാണണം. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കാണുകയാണ് അവനെ കാണണം. എന്നോട് ചേർന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ സാന്നിധ്യത്തെ ഒന്ന് വെൽക്കം ചെയ്ത്, ആ സാന്നിധ്യത്തെ ഒന്ന് അവരവരിലേക്കൊന്ന് സ്വീകരിച്ച്, യെസ് 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 യെസ്, ആ കരം ഒന്ന് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഈ സെയിം ടൈം ചില ഭവനങ്ങൾക്കകത്ത് പ്രസൻസ് ഇറങ്ങാൻ പോവാണ്, സാന്നിധ്യം ഇറങ്ങാൻ പോവുക. ആലയത്തിൽ ദൈവസാന്നിധ്യമുണ്ട്. കാര്യം ധാരാളം ദൈവമക്കൾ ഒരുമിച്ച് കൂടി ഇരിക്കുക. പക്ഷേ നീ വിഷയങ്ങളെ ഫേസ് ചെയ്യുന്നത് ആലയത്തിലല്ല, നിൻ്റെ വീട്ടിലാണ്. നീ പ്രോബ്ലങ്ങളുമായി സംഘട്ടനത്തിൽ ഏർപ്പെടുന്ന നിൻ്റെ വീടിൻ്റെ അകത്ത്, ബെഡ്റൂമിൻ്റെ അകത്ത് പ്രസൻസ് വെളിപ്പെടാൻ പോവാണ്. ആ പ്രെയർ റൂമിൻ്റെ അകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങാൻ പോവാണ്. യെസ്, ഞാൻ ടെൻഷൻ അടിച്ച് വാവിട്ട് കരഞ്ഞ സ്ഥലമേതാ? ആ മുറിക്കകത്ത് പ്രസൻസ് കൊണ്ട് തമ്പുരാൻ നിറയ്ക്കാൻ പോകുകയാ. സാന്നിധ്യം കൊണ്ട് കർത്താവ് നിറയ്ക്കാൻ പോകുകയാ. റൈറ്റ് now, ഇപ്പോൾ തന്നെ നീ വിട്ടേച്ചു പോന്ന വീടിന്റെ അകത്തേക്ക് അവന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ലബാഹലംബരംബല ചബച്ചബാല ബർഥരാജ അരന്തലഖ ബാദര ചലപ്രദീപ ലഖ ശഖ റോധ സലാബി നഹാരി. യെസ് ലോർഡ് ഖാ റഠാലിയ ബഖ. നിന്റെ വീടിന്റെ അകത്തുനിന്ന് ഇരുണ്ട ശക്തി ഇറങ്ങിപ്പോകട്ടെ. ആ ഇരുളിന്റെ അധികാരം ഇറങ്ങിപ്പോകട്ടെ. നിന്റെ ഭവനത്തിന്റെ അകത്തുനിന്ന് ഒരു അലറിച്ചയോടുകൂടെ ആ പിശാചി വിട്ടുമാറട്ടെ. നിന്റെ വീടിന്റെ അകത്തൊരു വലിയ സാന്നിധ്യം വെളിപ്പെടട്ടെ. ചില മദ്യപാന്മാർ വിടുവിക്കപ്പെട്ട് വരാൻ പോകുകയാ. ചിലര് കുടുംബമായി ദൈവത്തെ സേവിക്കാൻ പോകുകയാ. കുടുംബമായി ദൈവത്തെ സേവിക്കാൻ കഴിയാതെ പിശാച് കെട്ടിയ ചില കുരുക്കുകൾ സാന്നിധ്യം ഇറങ്ങി അഴിയാൻ പോകുകയാ. ഈ ഫാസ്റ്റിംഗ് കഴിയുമ്പോ നിന്റെ വീടിന്റെ അകത്ത് എതിർത്ത് നിന്ന ചിലര് കുഞ്ഞാട് പോലെയായി മാറാൻ പോകുകയാ. സിംഹം പോലെ ഗർജിച്ച ചിലതിന്റെ കുടുംബ ജീവിതം പോലും തകർത്തു കളയാൻ വേണ്ടി
കുടുംബത്തെ ഇല്ലാതെയാക്കി ഉപേക്ഷണ പത്രം കൊടുക്കണമെന്ന് നിർബന്ധം പിടിച്ചിരിക്കുന്ന ചില വീടിന്റെ കെട്ട് യേശു അഴിക്കുകയാ. അഴിയത്. ലബ്രോ ലബ്രോ ഷഖേ. Grabalamba bachabala bachara chalaba Kabaramba bachala thara chala prabala bara Hamdalara bandhala chala chala prabala baba Hamdalaya masale tarajale manahadariya laga sarada